ഹൃദയാഘാതം പെട്ടെന്നല്ല വരുന്നത്. ശരീരം തരുന്ന ഈ സൂചനകൾ തിരിച്ചറിയാതെ പോകരുത്. ഹൃദയസ്തംഭനവും മറ്റു ഹൃദ്രോഗങ്ങളും അപ്രതീക്ഷിതമായി കടന്നു വരുന്ന ഒന്നാണെന്നാണ് മിക്കവരും കരുതുന്നത്. എന്നാൽ ലക്ഷണങ്ങൾ പ്രകടമാകുന്നതിനും വർഷങ്ങൾക്ക് മുൻപേ രക്തക്കുഴലുകളുടെ ആന്തരിക പാളിയായ എൻഡോതീലിയത്തിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. എൻഡോതീലിയത്തിൽ ഡിസ്ഫങ്ഷൻ എന്ന് വിളിക്കപ്പെടുന്ന ഈ അവസ്ഥയാണ് ഹൃദ്രോഗത്തിന്റെ ആദ്യപടി. രക്തപ്രവാഹം സുഗമമാക്കാനും രക്തം കട്ട പിടിക്കുന്നത് തടയാനും സഹായിക്കുന്ന ഈ നേർത്ത പാളിയുടെ പ്രവർത്തനം അവതാളത്തിലാകുന്നതോടെ ധമനികൾ ദൃശ്യപരമായി തകരാറിലാകുന്നതിനു മുൻപേ രോഗാവസ്ഥ ആരംഭിക്കുന്നു. രക്തക്കുഴലുകളെ വികസിക്കാനും ചുരുങ്ങാനും സഹായിക്കുന്ന നൈട്രിക് ഓക്സൈഡിന്റെ അളവ് കുറയുന്നതാണ് ഈ ഘട്ടത്തിലെ പ്രധാന വില്ലൻ. പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, പുകവലി, അമിതമായ കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരിൽ എൻഡോതീലിയൻ ഡിസ്ഫങ്ഷൻ വളരെ വേഗത്തിൽ സംഭവിക്കുന്നു. രക്തക്കുഴലുകളിൽ പ്ലാക്കുകൾ അഥവാ കൊഴുപ്പ് അടിഞ്ഞുകൂടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും കാലക്രമേണ ഇത് ഹൃദയത്തിലേക്കുള്ള രക്തവിതരണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു. ഡോക്ടർമാർ പലപ്പോഴും മിസ്ഡ് സ്റ്റേജ് എന്ന് വിളിക്കുന്ന ഈ ഘട്ടത്തെ നേരത്തെ തിരിച്ചറിഞ്ഞാൽ മാരകമായ ഹൃദയാഘാതത്തിൽ നിന്ന് രക്ഷ നേടാൻ സാധിക്കും. ഹൃദ്രോഗം അതിന്റെ തീവ്രാവസ്ഥയിൽ എത്തുന്നതുവരെ കാത്തിരിക്കാതെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ ആവശ്യമായ പരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ജീവിതശൈലിയിലെ മാറ്റങ്ങൾ, വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണക്രമം എന്നിവയിലൂടെ എൻഡോതീലിയത്തിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ഹൃദയം തരുന്ന ഈ നിശബ്ദ മുന്നറിയിപ്പുകളെ അവഗണിക്കുന്നത് വലിയൊരു ദുരന്തത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് തന്നെ പ്രാഥമിക ലക്ഷണങ്ങൾ തിരിച്ചറിയാനും കൃത്യസമയത്ത് വൈദ്യസഹായം തേടാനും നാം ഓരോരുത്തരും തയ്യാറാകണം.